തീർച്ചയായിട്ടും ശ്രീ ജോസഫ് സി മാത്യു, അങ്ങനെയാണെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം, ചട്ടലംഘനം ഇതൊക്കെ നടത്തിയതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞു ഇങ്ങനെ ഒരു ബൾക്കായിട്ടുള്ള ഒരു മെസ്സേജ് അയക്കുക, അത് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും. സ്വാഭാവികമായിട്ടും ഒരു സ്വകാര്യ ഏജൻസി ആയിരിക്കണം ഈ ജോലി ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിവരങ്ങൾ കൂടി, അതായത് സർക്കാരിന്റെ കൈവശവും ഇരിക്കുന്നില്ല ആ വിവരങ്ങൾ. നമ്മളൊക്കെ വളരെ സ്വകാര്യമായി കരുതുന്നു നമ്മുടെ താങ്കളുടെയും എന്റെയും അടക്കമുള്ള പല വിലപ്പെട്ട വിവരങ്ങളും ആരുടെക്കോ കൈവശം എത്തിയിരിക്കുന്നു എന്ന് കൂടെ മനസ്സിലാക്കണം. അത് തീർച്ചയായിട്ടും ഇവരെടുത്ത് കൊടുക്കുകയാണല്ലോ. ഇവരതിന് യാതൊരു സാങ്ക്ടിറ്റിയും കൊടുക്കുന്നില്ല. ഇവരത് നിർബാധം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടങ്ങിയതാണോ? 2021 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇറക്കുമതി ചെയ്ത സ്ഥാപനമാണ് സ്പ്രിംഗ്ലർ. നമ്മളോട് പറഞ്ഞു WHO മറ്റും ഒക്കെ ഉപയോഗിക്കുന്ന എന്തോ സോഫ്റ്റ്വെയർ ആണെന്ന് ഇവിടുത്തെ വലിയ മഹാന്മാരായ നേതാക്കന്മാരെല്ലാം പറഞ്ഞു. ലോകത്തെവിടെയാണ് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതെന്നൊന്ന് ഇനിയും ഒന്ന് വെളിപ്പെടുത്താമോ? എന്ത് സേവനമാണ് അവർ ചെയ്തതെന്ന് ഇനിയും ഒന്ന് വെളിപ്പെടുത്താമോ? ഞാൻ പറയുന്നത് അതൊരു സാസ് മോഡലായിരുന്നു. സാങ്കേതികമായി ഒരുപാട് പറയില്ല എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെ ഞാൻ പറയാം. അവരൊരു മാറ്റവും നമുക്ക് വേണ്ടി വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അവർ നിലവിൽ കച്ചവടത്തിന് മാർക്കറ്റിൽ കൊടുത്തിരിക്കുന്ന അതേ സോഫ്റ്റ്വെയർ നമുക്കും കൂടി ഉപയോഗിക്കാൻ തരികയാണ്. അപ്പൊ ആ സോഫ്റ്റ്വെയർ എന്തിനാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെന്ന് പരിശോധിച്ചാൽ പോലെ. അവരുടെ ഉൽപ്പന്നം സോഷ്യൽ മീഡിയയിൽ വരുന്ന പബ്ലിക് എന്ന് ടാഗ് ചെയ്തിരിക്കുന്ന മുഴുവൻ സംഭാഷണങ്ങളെയും അവരുടെ സെർവറിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു കീവേഡിന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത ശേഷം അതിനെതിരെയുള്ള നെഗറ്റീവ് സെന്റിമെന്റ്സ് മാറ്റാൻ വേണ്ടി ഇവർ പ്രവർത്തിക്കുക. ഇതാണ് അവരവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും പറഞ്ഞിരിക്കുന്ന അവർ നൽകുന്ന സേവനം. ആ സേവനം ഇവിടെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആ വിവരങ്ങൾ അവർക്ക് എങ്ങനെയാണ് കൈമാറിയതെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചു. ഗുൽഷൻ കുമാറിനൊക്കെ പോലൊക്കെ സാങ്കേതിക വൈദഗ്ധ്യമുള്ളവര് ഈ ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ സർക്കാർ എന്ത് ചെയ്തു? വേറൊരു അന്വേഷണ കമ്മീഷനെ വെച്ചു. എന്നിട്ട് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാതെ സർക്കാർ നല്ല ഉദ്ദേശത്തിൽ ചെയ്തു, അസാമാന്യ സാഹചര്യത്തിൽ അസാമാന്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ മൂടി വെച്ചു. അപ്പൊ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്തും ഇവർ ആഗ്രഹിക്കുകയും സ്വകാര്യ ഏജൻസി വഴി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കാര്യം ഇപ്രാവശ്യം അങ്ങനെ ഒരു അമേരിക്കയിൽ നിന്നൊക്കെ ഒരു കമ്പനിയും ഒക്കെ വന്നാൽ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് ഇവർ തന്നെ ഡാറ്റ ശേഖരിക്കുകയും സ്വകാര്യ സ്ഥാപനങ്ങളുടെ PR-ന്റെ പ്രവർത്തനത്തോടിന്റെ സഹായത്തോടു കൂടി ഇത് ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഡിജിറ്റൽ ആയതുകൊണ്ട് ഇതിന്റെ തെളിവുകളുണ്ട്, ഇത് പരിശോധിക്കാൻ കഴിയും. ഈ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം ഉള്ളതുകൊണ്ട് നമുക്കിത് സംസാരിക്കാം. പക്ഷെ ഡിജിറ്റൽ അല്ലാതെ ചെയ്യുന്നതിന്റെയും ഉദ്ദേശം ഇത് തന്നെയാണ്. ഇപ്പൊ ഇന്നലെ ഒരു ഇന്റർവ്യൂ BRD വഴി പുറത്തുവിടുന്നു. എന്താണ് ഉദ്ദേശം? ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തെല്ലാം രീതിയിലുള്ള പൊതുപണത്തിന്റെ ദുർവിനിയോഗമാണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 10 വർഷത്തേക്ക് ഒരു സർക്കാർ എന്ന് പറഞ്ഞ് പരസ്യം മുഴുവൻ. തീർച്ചയായിട്ടും ശ്രീ ജോസഫ് സി മാത്യു, നമുക്കറിയാം ആഗോളതലത്തിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേംബ്രിഡ്ജ് അനലിറ്റിക്ക എങ്ങനെയാണ് US തെരഞ്ഞെടുപ്പിലെ ഡേറ്റ ചോർത്തലുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് അറിയാം. നമുക്ക് ഇടയ്ക്കിടെ ഇമെയിലായിട്ടും സന്ദേശങ്ങളായിട്ടും ഫോൺ സന്ദേശങ്ങളുമായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദിയുടെ മെസ്സേജുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ അതേ പാതയിൽ തന്നെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോഴിതാ വരുന്നു. വ്യവസായികൾക്കും ഇതേപോലെയുള്ള സന്ദേശം ലഭിച്ചു. അതായത് സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളെന്നും വ്യവസായികളെന്നും വീട്ടമ്മമാരെന്നും ഒക്കെ തരംതിരിച്ചുകൊണ്ട് അവരുടെയൊക്കെ വിവരങ്ങൾ എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിലേക്കാണ് കടന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ എവിടെയും സുരക്ഷിതമല്ല ഈ വിവരങ്ങൾ. അത് സർക്കാരിന്റെ കൈവശം പോലും എത്തുന്നത് തടയപ്പെടേണ്ടതാണ്. പക്ഷേ ഇനി അത് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഇത്രയും വിവരങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. ഇനി ഏത് രീതിയിൽ ഒരു പൊതുജനത്തിന് തന്റെ ഒരു സ്വകാര്യ വിവരങ്ങൾ അത് പുറത്തേക്ക് എത്താതെ അതിനെ തടയാൻ കഴിയുമെന്നുള്ളത് കൂടെ ആലോചിക്കേണ്ടതല്ലേ? അതായത് സർക്കാരാണ് ഏറ്റവും വലിയ സർവൈലൻസ് നടത്തുന്നത്. സർക്കാരിന്റെ പക്കൽ പോലും എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഒരു അർത്ഥവുമില്ല. സർക്കാരാണ് ഏറ്റവും അധികം സർവൈലൻസ് നടത്തുന്നത്. പക്ഷെ ഇവിടുത്തെ നിർഭാഗ്യകരമായ അവസ്ഥ, കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി ഡാറ്റ സർവൈലൻസ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. പക്ഷെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിവരങ്ങൾ എടുത്ത് പ്രചരണം നടത്തുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെ തെറ്റായ വിവരങ്ങൾ ധരിപ്പിക്കുന്നു. കാര്യം നിങ്ങൾക്ക് വരുന്ന ഇൻഫർമേഷനുകളും ഡാറ്റയും അവർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് നിങ്ങൾക്ക് അയച്ചു തരികയാണ്. അവരുടെ കോമ്പറ്റീറ്റർക്കെതിരായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറയും. അപ്പൊ നമ്മളിത് വായിക്കുമ്പോൾ ഇത് നമ്മൾ അറിഞ്ഞില്ല, ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാൽ പിന്നെ സേഫർ സൈഡിൽ ആയേക്കാം എന്നുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ വിപണിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ സ്വകാര്യ കച്ചവട താല്പര്യങ്ങൾ, മൂലധന ശക്തികൾ ഇതിനെ നമ്മുടെ വിവരങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തടയുന്നത് എങ്ങനെയാണ്? നമ്മുടെ കളക്റ്റീവാണ് തടയേണ്ടത്. നമ്മുടെ കളക്റ്റീവിനെ പ്രതിനിധീകരിക്കുന്നവരാണ് നമ്മുടെ സർക്കാർ. അവരെന്താ ചെയ്യുന്നത്? അവരും ഈ സ്വകാര്യ കമ്പനികളോട് പറയുമോ, നിങ്ങളാ ചെയ്യുന്ന പണി എനിക്കും കൂടെ ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവരുടെ പ്രചരണത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്.
നിങ്ങൾ ഈ ഇറങ്ങി പോവാൻ നിൽക്കുന്ന സർക്കാർ ഇലക്ഷൻ എടുത്ത ഈ അവസാനത്തെ നാഴികയിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെ നമ്മൾ അപര്യാപ്തമാണെന്ന് ഇടതുപക്ഷ സംഘടനകളെല്ലാം പറഞ്ഞാണ്. അവിടെ സർക്കാരിന് ചില എക്സംഷൻ ഉണ്ട്. എന്ത് കാര്യങ്ങളിലെ എക്സംഷൻ? ഒന്ന് നാഷണൽ സെക്യൂരിറ്റി, 2 പബ്ലിക് ഓർഡർ, 3 എന്തെങ്കിലും ലീഗൽ പ്രോസസിന്റെ ഭാഗമായിട്ടാണെങ്കിൽ, 4 റിസർച്ച് ആൻഡ് ഡാറ്റ. അവിടെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഈ റിസർച്ച് ആൻഡ് ഡാറ്റ എടുത്ത് നിങ്ങൾ നോക്കിയാലും ഈ ചെയ്യുന്നത് അതേ അല്ല. അത് വിവരങ്ങൾ അവരെ എടുക്കാനുള്ള ഒരു അനുമതി, സർക്കാരിന്റെ അടുത്ത് നമ്മളെ സർവൈലൻസിൽ വെക്കാനുള്ള ടൂള് റിസർച്ച് ആൻഡ് ഡാറ്റ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഡിസിമിനേഷനാണ്, പുറത്തേക്ക് പ്രചരണം നടത്തുകയാണ്. അതിന് ഉപയോഗിക്കാൻ പാടില്ല. സർക്കാരിനോ ഏത് കേന്ദ്ര സർക്കാരിനോ പോലും നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പോലും ഈ കൺസെന്റ് ഇല്ലാതെ നമ്മൾ ഒരു കാര്യത്തിന് കൊടുത്ത ഡാറ്റ എടുത്ത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. നമ്മൾ ഈ നമ്മുടെ അനാവശ്യ കോളുകളെല്ലാം വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുന്ന സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ചെയ്തത് മുഖ്യമന്ത്രി അല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ചെയ്തത് പിണറായി വിജയൻ എന്നുള്ള CPM നേതാവാണ്. അദ്ദേഹം ഒരു സ്വകാര്യ ഏജൻസി പോലെയാണ്. അദ്ദേഹം 2 തൊപ്പി വെക്കുന്നത് കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് ഔദ്യോഗിക പദവിയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വരുന്ന വിവരങ്ങളെ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്.